നമസ്കാരം. മഴക്കാലത്ത് സോളാർ സിസ്റ്റം ഉപയോഗിക്കുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. മഴക്കാലത്ത് സോളാർ ഉൽപാദനം കുറയുമോ, ഇടിമിന്നൽ വന്നാൽ പാനലിനോ ഇൻവെർട്ടറിനോ എന്തെങ്കിലും സംഭവിക്കുമോ, ശക്തമായ കാറ്റ് സോളാർ പാനലിനെ ബാധിക്കുമോ, മഴയും കാറ്റും കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ്, ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ മഴക്കാലത്ത് എങ്ങനെയാണ് ശ്രദ്ധിച്ചുപയോഗിക്കേണ്ടത്, ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള പ്രായോഗികമായ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മഴ സോളാറിന്റെ ശത്രുവാണോ? ആദ്യം നമ്മൾ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. മഴ ഒരിക്കലും സോളാർ പാനലിന്റെ ശത്രുവല്ല. മഴയുള്ള ദിവസങ്ങളിൽ സൂര്യപ്രകാശം കുറവായതുകൊണ്ട് തന്നെ സോളാർ വൈദ്യുതിയുടെ ഉൽപാദനം കുറച്ച് കുറയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ്. അതിനെ നമ്മൾ ഒരു തകരാറായിട്ട് ഒരിക്കലും കാണേണ്ടതായിട്ടില്ല. അതേസമയം ഇടയ്ക്കിടെ ലഭിക്കുന്ന മഴ പാനലിന്റെ മുകളിലുള്ള പൊടിയും ചെറിയ അഴുക്കുകളും ഒക്കെ കഴുകിക്കളയാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് പിന്നീട് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ഉൽപാദനം മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ നമ്മൾ മഴയെ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ മഴയോടൊപ്പം വരുന്ന ശക്തമായ കാറ്റ്, ഇടിമിന്നല്, മരക്കൊമ്പുകൾ വന്ന് വീഴുന്നത്, വെള്ളം കയറുന്നത്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ശക്തമായ കാറ്റ് വന്നാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ശരിയായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ട് ഗുണനിലവാരമുള്ള സ്ട്രക്ചറിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സോളാർ സിസ്റ്റത്തിന് സാധാരണ മഴയും കാറ്റും ഒന്നും വലിയ പ്രശ്നമാകാറില്ല. എന്നാൽ വളരെ ശക്തമായ കാറ്റോ കൊടുങ്കാറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ സാധാരണ നിലയിലായതിനു ശേഷം സിസ്റ്റത്തിന് ഒരു ദൃശ്യ പരിശോധന നമ്മൾ നടത്തുന്നത് നല്ലതാണ്. പാനലുകൾ കൃത്യമായ സ്ഥാനത്ത് തന്നെയാണോ ഈ സ്ട്രക്ചറിനുള്ളിൽ ഇരിക്കുന്നത്, ഏതെങ്കിലും പാനൽ സ്ഥാനത്ത് നിന്ന് നീങ്ങിയിട്ടുണ്ടോ, അതിന്റെ ക്ലാമ്പുകൾ എന്തെങ്കിലും ലൂസ് ആയിട്ടുണ്ടോ, കേബിളുകൾ വല്ലാതെ അഴിഞ്ഞ് തൂങ്ങിക്കിടന്ന് കേടുപാടുകൾ വല്ല സംഭവിച്ചിട്ടുണ്ടോ, പിന്നെ മരക്കൊമ്പുകളോ മറ്റു വസ്തുക്കളോ ഒക്കെ പാനലിന്റെ മുകളിൽ വന്ന് വീണിട്ടുണ്ടോ, സ്ട്രക്ചറിന് വളവോ മറ്റ് കേടുപാടുകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ. കാരണം മരങ്ങളൊക്കെ വീഴുന്ന സമയത്ത് ഈ സ്ട്രക്ചറിലൊക്കെ ചെറിയ വളവൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അന്നേരം പാനലിനൊന്നും സംഭവിച്ചിട്ടില്ല തന്നെ പിന്നീട് പാനലുകൾ ഇരുന്ന് പൊട്ടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം ശരിയാക്കാൻ ശ്രമിക്കാതെ സർവീസ് ടീമിനെ അറിയിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അതായത് നമ്മൾ KECBയുടെ ലൈൻ നമ്മുടെ ചുറ്റുപാടും ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ആ ലൈനിലേക്കോ മറ്റേതെങ്കിലും കേബിളുകളിലേക്കോ കറണ്ട് ഇടിമിന്നൽ മൂലം വന്നതിന് ശേഷം അതുവഴി പാസ് ചെയ്തിട്ട് വരുന്നതിനെയാണ് നമ്മൾ സർജ് കറണ്ട് എന്ന് പറയുന്നത്. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് ഇടിമിന്നലും സർജ് സംരക്ഷണവും എന്ന് പറയുന്നത്. ഇടിമിന്നല് സോളാർ സിസ്റ്റത്തിന് വളരെ വലിയ അപകട സാധ്യത സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ്. നേരിട്ട് സോളാർ പാനലിൽ മിന്നൽ വീഴുന്നതൊക്കെ വളരെ അപൂർവമാണ്. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ പാനലിന്റെ ഇൻവെർട്ടറും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഒക്കെ വലിയ കേടുപാടുകൾ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടുതലായിട്ട് നമ്മൾ കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത് നേരിട്ട് മിന്നൽ വീഴുന്നതിനേക്കാൾ വൈദ്യുതി ലൈനിലൂടെയോ സോളാർ കേബിളുകളിലൂടെയോ ഒക്കെ വരുന്ന സർജ് മൂലം യൂണിറ്റിന് കേടുവരുന്നതാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ACDB, DCDB എന്നിവയിൽ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. SPD എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പൊ SPD ഒരു നിശ്ചിത പരിധി വരെയുള്ള സർജിനെ നിയന്ത്രിച്ചിട്ട് ഇൻവെർട്ടറിനെയും മറ്റു ഉപകരണങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല എർത്തിങ് സംവിധാനവും ആവശ്യമായ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റവും ഉണ്ടെങ്കിൽ അപകട സാധ്യത നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. എന്നാൽ SPD സ്ഥാപിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം 100% ഒരിക്കലും ഒരു സംരക്ഷണം ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ശക്തമായ ഇടിമിന്നൽ ഉണ്ടായതിനു ശേഷം SPD പരിശോധിക്കുന്നത് എപ്പോഴും ഒരു നല്ല ശീലമാണ്. കാരണം SPD ഇൻഡിക്കേറ്റർ ചുവപ്പായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് സർജ് കറണ്ട് ഏറ്റുവാങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത്തരം സാഹചര്യത്തിൽ അതിന്റെ കാഡ്രിഡ്ജ് മാറ്റുകയോ ആവശ്യമായാൽ SPD തന്നെ മാറുകയോ വേണം. ഇവിടെ നമ്മൾ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കണം. SPD കേടായാലും വീട്ടിലെ സാധാരണ വൈദ്യുതി വിതരണം ഒക്കെ അതുപോലെ തന്നെ തുടരും. അതായത് സോളാർ ഇൻവെർട്ടർ സാധാരണ പോലൊക്കെ നമുക്ക് പ്രവർത്തിക്കുന്നതായിട്ട് തോന്നാം. പക്ഷെ പിന്നീട് ഉണ്ടാകുന്ന സർജിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കില്ല. അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ ചുവപ്പായിട്ടുണ്ടെങ്കിൽ അത് അവഗണിക്കാതെ സർവീസ് ടീമിനെ വിളിച്ചിട്ട് നമ്മൾ പരിശോധിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മഴക്കാലത്ത് എങ്ങനെയാണ് ഈ സിസ്റ്റം ഒക്കെ പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ മഴക്കാലത്ത് ഇപ്പൊ കറണ്ട് അങ്ങ് പോയെന്നിരിക്കട്ടെ, ആ സമയത്ത് അത് സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് സ്വയമേ ഓഫ് ആകും. ഇതൊരു തകരാറായിട്ടല്ല നമ്മൾ കരുതേണ്ടത്, ഒരു സാധാരണ സുരക്ഷാ പ്രവർത്തനമായിട്ട് മാത്രം കരുതിയാൽ മതിയാവും. ഇനി സിംഗിൾ ഫേസ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആണെന്നിരിക്കട്ടെ, ഇൻവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ഫേസിൽ വൈദ്യുതി ഇല്ലാതാവുകയോ വോൾട്ടേജ് കൂടുതലോ അല്ലെങ്കിൽ കുറവോ വന്നാലും സോളാറിന്റെ ഉൽപാദനമാണെങ്കിൽ നിർത്തും. അപ്പൊ വീട്ടിലെ മറ്റു ഫേസുകളിലൊക്കെ വൈദ്യുതി ഉണ്ടായാൽ ഇൻവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫേസിന് മാത്രമാണ് പ്രശ്നമെങ്കിലും സോളാർ നമ്മൾ പ്രവർത്തിക്കത്തില്ല. മറ്റ് ഫേസുകളിൽ നമ്മുടെ വീടിനുള്ളിൽ കൊടുത്തിരിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ നല്ല കൃത്യമായിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മഴക്കാലത്ത് സോളാർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇൻവെർട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ഫേസ് നമ്മൾ നിർബന്ധമായിട്ട് പരിശോധിച്ചിരിക്കണം. ഇനി വളരെ അസാധാരണമായ സാഹചര്യത്തിൽ ഒരു സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നാൽ പ്രവർത്തന രീതി വ്യക്തമായി അറിയാവുന്നത് മാത്രമേ AC ഐസൊലേറ്റർ, DC ഐസൊലേറ്റർ, ACDB, DCDB എന്നിവയൊക്കെ ഓഫ് ചെയ്ത് അത് ചെയ്യാവൂ.
സംശയം ഉണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ സർവീസ് ടീമിന്റെ സഹായം തേടിയിരിക്കണം. ഇനി ഹൈബ്രിഡ് സിസ്റ്റം എങ്ങനെയാണ് മഴക്കാലത്ത് പ്രവർത്തിക്കുന്നത് നോക്കാം. ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററി ഉള്ളതിനാൽ കറണ്ട് പോയാലും ആവശ്യമായ ബാക്കപ്പ് ലോഡുകളൊക്കെ അതിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മഴക്കാലത്ത് ചാർജിങ് കുറയുക എന്നുള്ളതൊക്കെ ഒരു സ്വാഭാവികമാണ്. എന്നാൽ ആവശ്യത്തിന് പാനൽ ശേഷിയും അതൊരു ശരിയായ ഡിസൈനുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് വിൽക്കുന്ന സമയത്തെ നിങ്ങളുടെ വെണ്ടറിൽ നിന്ന് ഒരു കൃത്യമായ ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടി, അത് നിങ്ങൾ കൃത്യമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്യാവശ്യമായ എല്ലാ ലോഡുകളും നിങ്ങൾക്ക് ഇതിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. തുടർച്ചയായ മഴയുള്ള ദിവസങ്ങളിൽ അനാവശ്യമായിട്ട് വൈദ്യുതി ഉപയോഗം നമ്മൾ കുറയ്ക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം ബാറ്ററിയിൽ എപ്പോഴും ഫുള്ളായിട്ട് നിൽക്കുന്നത് നമുക്ക് സേഫ്റ്റിക്ക് നല്ലതാണ്. വലിയ ലോഡുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. മെയിൻലി വേണ്ട, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ആ കറണ്ടിനെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 3 ഫേസ് ഹൈബ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം. ഏതെങ്കിലും ഒരു ഫേസിൽ തന്നെ വൈദ്യുതി ഇല്ലാതാകുകയോ വോൾട്ടേജ് അനുവദനീയമായ പരിധിയേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഡിസൈനിങ് സെറ്റിങ്ങും അനുസരിച്ച് ഈ ലോഡുകളൊക്കെ ബാറ്ററിയിൽ നിന്ന് എടുത്ത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ലോഡുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് ബാറ്ററി പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 3 ഫേസ് ഹൈബ്രിഡ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഓരോ ഫേസിന്റെ അവസ്ഥയും ബാറ്ററിയുടെ ചാർജിന്റെ നിലയും ആപ്പിലൂടെയോ അല്ലെ ഇൻവെർട്ടറിന്റെ ഡിസ്പ്ലേയുടെയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സിസ്റ്റത്തിന്റെ ഒരു കപ്പാസിറ്റിയെ മനസ്സിലാക്കുവാനായിട്ട് സഹായകരമായിരിക്കും. ഓഫ് ഗ്രിഡ് സിസ്റ്റം എങ്ങനെയാണ് മഴക്കാലത്ത് പ്രവർത്തിക്കുന്നതെന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ മഴക്കാലത്ത് ഉൽപാദനം കുറയുമ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം കൂടുതൽ ശ്രദ്ധയോടുകൂടി നിയന്ത്രിക്കണം. ബാറ്ററി പൂർണ്ണമായും ഡിസ്ചാർജ് ചെയ്യാതിരിക്കാനായിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ 2 വീലർ ബാറ്ററി ഉപയോഗിക്കുന്നവര് ആവശ്യമായ അളവിലൊക്കെ ബാറ്ററി വെള്ളം, അതുപോലെ തന്നെ ബാറ്ററിയുടെ ടെർമിനലുകളൊക്കെ വൃത്തിയാണ് എന്നൊക്കെ ഉറപ്പാക്കുന്നത് വളരെ നന്നായിരിക്കും. മഴക്കാലത്ത് ലഭിക്കുന്ന ഓരോ യൂണിറ്റ് സോളാർ വൈദ്യുതിയും പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കാലാവസ്ഥയൊക്കെ സാധാരണ നിലയിലായതിനു ശേഷം മാത്രമേ നമ്മൾ ഇനിയും പറയുന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കാവൂ. സോളാർ ഉത്പാദനം സാധാരണ നിലയിലാണോ? ഇൻവേർട്ടറിൽ എന്തെങ്കിലും എറർ മെസ്സേജ് ഉണ്ടോ? മൊബൈൽ ആപ്പിലാണെങ്കിൽ ഉത്പാദനമൊക്കെ ശരിയായി കാണിക്കുന്നുണ്ടോ? SPD ഇൻഡിക്കേറ്റർ ചോപ്പായിട്ടുണ്ടോ? ACDB, DCDB, AC ഐസൊലേറ്റർ, DC ഐസൊലേറ്റർ എന്നിവയ്ക്ക് പുറത്തുനിന്ന് നോക്കിയാൽ എന്തെങ്കിലും കേടുപാടുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ? കേബിളുകളൊക്കെ സുരക്ഷിതമാണോ? സ്ട്രക്ചർ ഉറപ്പാണോ? മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? വെള്ളം കയറിയതിന്റെ ലക്ഷണങ്ങളുണ്ടോ? കരിഞ്ഞ മണമോ അസാധാരണമായ എന്തെങ്കിലും ശബ്ദങ്ങളുണ്ടോ? ഇവയെല്ലാം ഒന്ന് ദൃശ്യപരമായിട്ട് മാത്രം പരിശോധിക്കുക. ഉപകരണങ്ങൾ ഒരു കാരണവശാലും സ്വയം തുറന്നു പരിശോധിക്കുകയോ അറ്റകുറ്റപ്പണി ചെയ്യുകയോ ചെയ്യരുത്. ഇതിനുള്ളിൽ ഹൈ കറണ്ട് ആണ് ഉള്ളത്. വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ സോളാർ സിസ്റ്റങ്ങൾ മഴക്കാലത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഗ്രൗണ്ട് ലെവലിലോ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ സിസ്റ്റങ്ങളെ പറ്റിയാണ് നമ്മൾ പ്രധാനമായും ഇതിപ്പോൾ പറയുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ സിസ്റ്റം ഇന്ന് വളരെയധികം പിടിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ തന്നെ ചില സ്കീമുകളിലൊക്കെ അത്തരത്തിൽ കണ്ടങ്ങളിലൊക്കെ ഇത്തരം സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിസ്റ്റം സ്ഥാപിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്ത് പരമാവധി എത്ര വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണക്കാക്കിയിട്ട് അതിനേക്കാൾ ഉയരത്തിൽ നമ്മൾ പാലുകളും അങ്ങനെയുള്ള പ്രധാന ഉപകരണങ്ങളും ഒക്കെ വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവര് ആ രീതിയിൽ ചെയ്യുന്നതിനെ പറ്റി തീർച്ചയായും ആലോചിക്കണം. ഇൻവേർട്ടർ, ACDB, DCDB, ബാറ്ററി തുടങ്ങിയ ഉപകരണങ്ങളൊക്കെ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും സ്ഥാപിക്കരുത്. ഇപ്പൊ ഇതിന്റെ ഇൻവേർട്ടറോ മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളോ ഒക്കെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ കേടുപാടുകളൊക്കെ സംഭവിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിൽ വെള്ളം കയറിയത് മൂലമുള്ള കേടുപാടുകളൊക്കെ സാധാരണ വാറണ്ടിയുടെ പരിധിയിൽ ഒരു കാരണവശാലും ഉൾപ്പെടില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് പാനലില് പായൽ പിടിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നിഴൽ കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ഇത് കൂടുതലായി കാണാം. പാനലാണ് പായലിന്റെ മുകളിൽ ഇങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ ഉൽപാദനം സ്വാഭാവികമായിട്ട് കുറയാനുള്ള വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തിന് മുമ്പേ സുരക്ഷിതമായ കാലാവസ്ഥ ലഭിക്കുമ്പോഴൊക്കെ പാനലുകൾ പരിശോധിച്ച് ആവശ്യമായ തീർച്ചയായും നമ്മൾ വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. മഴ പെയ്യുന്ന സമയത്തോ മേൽക്കൂരയോ ഷീറ്റോ സ്ട്രക്ചറോ ഒക്കെ നനഞ്ഞിരിക്കുന്ന സമയത്തോ ഒന്നും ഒരിക്കലും സോളാർ പാനൽ പരിശോധിക്കാനോ വൃത്തിയാക്കാനോ ഒരു കാരണവശാലും കയറരുത്. നനഞ്ഞ പ്രതലങ്ങളിൽ നമ്മൾ തെന്നി വീഴുവാനും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടത്തിനൊക്കെ കാരണമാകും. സോളാർ പാനലിനേക്കാൾ വിലപ്പെട്ടത് നമ്മുടെ ജീവനാണെന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ സുരക്ഷയാണ് എപ്പോഴും ഒന്നാം പരിഗണനയായിട്ട് നമ്മൾ നൽകേണ്ടത്. അവസാനമായി നമുക്ക് പറയാനുള്ളത്, മഴക്കാലം സോളാർ സിസ്റ്റത്തിന് ഒരു ശത്രുവയല്ല. ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്ത ഒരു സോളാർ സിസ്റ്റം സാധാരണ മഴയും കാറ്റും നേരിടാൻ കഴിയുന്ന രീതിയിലൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ശക്തമായ കാറ്റ്, ഇടിമിന്നല്, സർജ്, വെള്ളം കയറല്,
പായൽ പിടിക്കല്, വോൾട്ടേജ് വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല. ചെറിയ മുൻകരുതലുകളും സമയത്ത് നടത്തുന്ന പരിശോധനകളും ഒക്കെ നിങ്ങളുടെ സോളാർ സിസ്റ്റത്തിന് വലിയ നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സിസ്റ്റത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ സോളാർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ തീർച്ചയായും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു പ്രധാന വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.